ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ഈ നെതർ പോർട്ടലിൽ ഇവിടുന്ന് മാറ്റാനുള്ള ടൈമായി. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് നല്ലൊരു ബിൽഡാക്കിയിട്ട് നമുക്കിവിടെ ബിൽഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം കളക്ട് ചെയ്യാം. നമ്മൾ ഈ ഏരിയക്കകത്താണ് നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്കൊരു ചെസ്റ്റ് വെച്ചതിന് ശേഷം കളക്ട് ചെയ്ത് തുടങ്ങാം. ചെസ്റ്റ് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. നമുക്ക് ബിൽഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കാം. നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് കുറച്ച് കൊബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നേരെ നമ്മളെ മൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാം. നമ്മളങ്ങനെ മൈനിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാം. അധികമൊന്നും ആവശ്യമില്ല, നമുക്കൊരു സ്റ്റാക്കോളം മതി. നമുക്ക് ആവശ്യത്തിനുള്ള കൊബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാക്കും അതുപോലെ തന്നെ 12 എടുത്തിട്ടുണ്ട്. അത് മതി നമുക്ക്. ഇനി നമുക്ക് നേരെ ബേസിക്ക് ചെല്ലാം. ഇനി നമുക്ക് കുറച്ച് ഓക്ക് ലീവ്സിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിയർ ക്രാഫ്റ്റ് ചെയ്തേക്കണ്. ഇനി നമ്മളടുത്തുനിന്ന് കുറച്ച് ലീവ്സ് കളക്ട് ചെയ്യാം. ഈ ഭാഗത്ത് തന്നെ മരങ്ങളുണ്ട്. ഈ ഭാഗത്തൊരു മരമുണ്ട്. ഇതിനൊക്കെ ആവശ്യമുള്ളത് കിട്ടിക്കോളും. നമ്മളിപ്പോൾ ഒരു ഉയരമുള്ള സ്ഥലത്ത് വന്നപ്പോൾ എല്ലാ ഭാഗത്തും കാണുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളെ ട്രെയിനിങ് ഹാള് അതുപോലെ തന്നെ നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം ആവശ്യത്തിനുള്ള അയക്കണ്. പക്ഷേ ഈ മരത്തുമ്പോൾ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് എടുക്കാം. ഇത് കുറച്ചായിട്ട് നമുക്ക് ബാക്കി വെക്കണ്ടല്ലോ. ഇത് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് ബ്രിക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അത് കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കയ്യിൽ സ്റ്റോൺ ഉണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ബ്രിക്കാക്കി മാറ്റാം. അടുത്ത് നമുക്ക് കുറച്ച് വാൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നൈറ്റായി തുടങ്ങിയാണ്. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. അങ്ങനെ വേണ്ടത്ര വാൾസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെട്ടിക്കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്ലോ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെതറിൽ കയറണം. അപ്പോൾ നമുക്ക് നെതർക്ക് പോവാം. അങ്ങനെ നമ്മൾ നെതറിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നല്ല ലോഡിങ് ഉണ്ട്. ഓപ്പണായി. ഇവന്മാരിത് എവിടെ നിന്ന് വരുന്നേ? ഡേയ് അടങ്ങിക്കടാ. ഒരുത്തൻ നമ്മളെ കയ്യിൽ തോൺസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് മരിച്ച്. രണ്ടാമത്തേനും തീ വന്നല്ല നല്ല സമയത്ത്. ഇവിടെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാനും പറ്റൂല. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയി നോക്കാം ഗ്ലോ സ്റ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഗ്ലോ സ്റ്റോൺ ഉണ്ട്. നമുക്ക് ആ ഭാഗത്ത് പോയി കണ്ട് സാധനം എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ വഴി കൂടി മെല്ലെ പോകണം. ഇവിടെ അടിയിലൊക്കെ ലാവയാണ്. ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്. നമുക്ക് എലൈറ്റർ എടുത്തുകൊണ്ട് മെല്ലെ പാറി പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് വലിഞ്ഞ് കയറണം. ഞാനങ്ങനെ മേലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഗ്ലോ സ്റ്റോൺ ഇനി എടുക്കാം. നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതേതാ ബ്ലോക്ക്? ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് വേണ്ട. നമ്മൾ ഗ്ലോ സ്റ്റോൺ തന്നെ ബാക്കിയുള്ള എടുക്കാം. കുറച്ചധികം തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഈ ഭാഗത്ത് കുറച്ചുള്ളൂ. ലാസ്റ്റ് വേണ്ട നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് താഴെ വീണത് കിട്ടി. നമുക്ക് 19 കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് വേണം. നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും നോക്കാം. ഗ്ലോ സ്റ്റോൺ കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന സാധനം തന്നെയാണ്. ആ ഭാഗത്ത് കുറച്ച് കാണുന്നുണ്ട്. അപ്പം എലൈറ്റർ എടുത്തുകൊണ്ട് മെല്ലെ പോയി നോക്കാം. കറക്റ്റിന് ലാൻഡ് ആകാൻ പറ്റിയെന്നെങ്കിൽ കറക്റ്റായിന് ലാൻഡായി. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കുറച്ചധികം എടുക്കാം. ഇതും കൂടി എടുത്താൽ മതിയാവും. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിക്കോളും. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 42 കിട്ടി. അതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഷെയ്ഡ് ഇട്ടുകൊണ്ട് നെതറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ട ഒരു ചെറിയ പാലുണ്ട്. ഇതിൽ കൂടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നല്ല ഡാമേജ് കിട്ടി. അയ്യോ ലാവ അയ്യോ നമ്മൾ കറക്റ്റിന് കയറി. ഹാഫ് ആർട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട്. പെട്ടെന്ന് പോട്ടെ. ഇവിടെ നിന്നാൽ അഥവാ വല്ല ഗ്യാസിൽ വന്ന് തീർന്നു. നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ടല്ല അങ്ങോട്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും മരിച്ചിരുന്നത്. നമ്മൾ കറക്റ്റിന് എലൈറ്റർ മാറ്റിയോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും മരിച്ചിരുന്നത്. പിന്നെ പേടിക്കാനില്ല, നമ്മളെ കയ്യിൽ ടോട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നും ആവില്ല. ഇവന്മാരുടെ അടുത്തൊക്കെ ഒന്നുകൂടി നമുക്ക് വരണം. ഗോൾഡ് ഫാർം ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പം എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. നമ്മളങ്ങനെ ബേസിലെത്തിയിട്ടുണ്ട്. നമുക്കിനി കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടിയിൽ കൊടുന്ന് വെക്കാം. ഇനി നമുക്ക് കുറച്ച് വൈൻസിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് കുറച്ചധികം മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സ്പോൺ ആയിട്ടുണ്ടാവും. ഒരു 2-3 കിട്ടിയാലേ നമുക്ക് ബാക്കി ബോൺവീൽ ചെയ്ത് ഒപ്പിക്കാം. അപ്പോൾ ഒന്ന് നോക്കട്ടെ. ഇവിടെ കുറച്ചധികം മരങ്ങൾ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ചധികം നേരം നോക്കിയതിന് ശേഷം സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മുറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു മരത്തമ്മ സ്പോൺ ആയിക്കണേ. നമുക്ക് ഇതിമെന്ന് ഷെയർ ചെയ്തെടുക്കാം. എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് ബോൺവെൽ ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്കെന്തായാലും ഇതിമെന്ന് എടുക്കാം. എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം.
നമുക്ക് ഈ ഭാഗത്തുനിന്ന് 3 എണ്ണമാണ് കിട്ടിയത്. നമുക്ക് കുറച്ചധികം ആവശ്യമുണ്ട്. വേറെ ഈ ഭാഗത്തൊന്നും കണ്ടതൊന്നുമില്ല. നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കിയാൽ കിട്ടുമെന്ന് അറിയില്ല. അതൊന്ന് പോയി നോക്കട്ടെ. നമ്മളതിനെ ക്രൂസ് വുഡിൻ്റെ അടുത്ത് എത്തിക്കണേ. ഈ ഭാഗത്തൊക്കെ ഞാൻ നോക്കി, പക്ഷെ അധികമൊന്നും കണ്ടില്ല. ഈ ഭാഗത്ത് നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ഇത് ചെസ്റ്റൊക്കെ നമ്മൾ ലൂട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി നോക്കട്ടെ വൈൻസ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഈ ഭാഗത്ത് കുറച്ച് പട്ടിക്കുട്ടന്മാരുണ്ട്. അവന്മാരെ നമുക്ക് ബോണ് കൊടുന്നതിൻ്റെ ശേഷം നമുക്ക് ടൈം ചെയ്തെടുക്കണം. നമ്മളെ വീട്ടിൽ ഇപ്പോൾ വേറെ പെറ്റൊന്നുമില്ല. നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു, അവ വേണ്ട പോയി. ഇവന്മാരെ നമുക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ കുറേ നോക്കി, അധികമൊന്നും ഇതെന്താ സാധനം? ബ്ലൂ എഗ്ഗാ? വേറെ എന്തെങ്കിലും മോബ് ഇറങ്ങിയപ്പോൾ? ഇപ്പോൾ പല ഐറ്റം ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ വല്ല എഗ്ഗോ ആവുന്നാലേ. നമ്മൾ കുറേ നോക്കി, പക്ഷേ വൈൻസ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം നൈറ്റായി തുടങ്ങി. നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മൾ അങ്കർ നല്ല കുറവാണ്. സൂര്യനൊക്കെ താഴ്ന്നു തുടങ്ങി. ഇനി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോവാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടിയിട്ട് ബോൺവിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമ്മളെ മോബ് ഫാർമിൽ ചെന്ന് നമുക്ക് വേണ്ടത്ര ബോൺ എടുക്കാം. അതായത് ബോൺവിലാക്കി മാറ്റാം. നമുക്ക് കുറച്ചധികം തന്നെ ബോൺവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വുഡാണ്. വുഡ് മേലാണ് ഇത് വർക്കാവണമെന്ന് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. ഇനി നമുക്ക് ഈ മരത്തമ്മ വെച്ച് നോക്കാം. നമ്മൾ വെച്ചിട്ട് എന്തായാലും നമ്മൾ ബോൺവിൽ ചെയ്യട്ടെ. ഇത് ബോൺവിൽ ആവണില്ലല്ലോ. അയ്യോ, അപ്പോൾ എന്തായാലും ഇത് ബോൺവിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മരത്തിൽ നട്ട് വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ പറ്റുണ്ടാവുള്ളൂ. ഈ ഭാഗത്തൊന്നും വേറെ കാണാനുമില്ല. വൈൻസ് ഇത്ര റയറായിരുന്നാ. നമ്മളങ്ങനെ നമ്മൾ ട്രീ ഫാർമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് സാപ്ലിങ് എടുക്കാം, ഓക്കിൻ്റെ തന്നെ എടുക്കാം. 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ബിൽഡ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് വെക്കാം. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വളർന്നോളും. നമ്മളതിനെ നട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ബോൺവിൽ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 3 എണ്ണവും ഇതും കൂടി ഒന്ന് നട്ട് വെക്കട്ടെ. ഇതിവിടെ വെക്കാം. ഇനി ബോൺവിൽ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ 3 എണ്ണവും ബോൺവിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈൻസ് നട്ട് കൊടുക്കാം. നമുക്ക് നടുഭാഗത്തായിട്ട് നട്ട് വെക്കാം. ഇത് താഴ്ക്ക മേൽക്ക വളരെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ക്രൂസ് വുഡിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആ വുഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. സ്റ്റെയറും അതുപോലെ ട്രാപ്പ് ഡോറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം. അതിന് ആദ്യം പ്ലാങ്ക് ആക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയറും അതുപോലെ തന്നെ ട്രാപ്പ് ഡോറും ആവശ്യമുണ്ട്. അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. അതങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മോസ് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഭാഗത്തായിട്ട് മോസ് നട്ട് ചെയ്യുന്നത് അതൊന്ന് എടുക്കട്ടെ. അയ്യോ, ഈ ഭാഗത്തുണ്ട്, കുറച്ച് ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിതൊന്ന് ബോൺവിൽ ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് പൊട്ടിച്ചെടുക്കണം. മോസ് കുറച്ച് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഹോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിക്കാൻ പറ്റും. എന്തായാലും ഇവിടുത്തെ ഡേർട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിതൊക്കെ എന്തെങ്കിലും പൊട്ടിച്ച് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റണതാണ് ഒന്നുകൂടി സുഖം. കുറച്ചുകൂടി മോസ് ഒപ്പിക്കട്ടെ. അതങ്ങനെ ആവശ്യമുള്ള കിട്ടി. ഒരു സ്റ്റാക്കിൻ്റെ മേലുണ്ട്, ഇതന്നെ ധാരാളം. ഇനി നമുക്ക് കുറച്ച് ഈ മോസി ബ്രിക്ക് ക്രാഫ്റ്റ് ചെയ്യണം. അതതിനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെയറും ക്രാഫ്റ്റ് ചെയ്യണം. ഈ ഭാഗത്ത് വൈൻസ് മെല്ലെ മെല്ലെ ആണെങ്കിലും വളരുന്നുണ്ട്. ഈ വളരുന്നുണ്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഈ ഭാഗത്ത് ഒന്ന് മാത്രമേ വലുതായിട്ടുള്ളൂ. അതെന്തായാലും നമ്മുടെ കൈക്ക് ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വാൾസ് ക്രാഫ്റ്റ് ചെയ്യണം. നമ്മൾ ആൻറ്റിസൈറ്റാണ് എടുക്കുന്നത് ബ്ലോക്ക്. ഇനി നമുക്ക് കുറച്ച് ക്രാക്ക്ഡ് സ്റ്റോൺ ബ്രിക്ക് വേണം. അപ്പോൾ അതിന് കുറച്ച് സ്റ്റോൺ ബ്രിക്ക് എടുത്താണ്ട് ആദ്യം നമുക്ക് സ്മെൽറ്റ് ചെയ്തെടുക്കണം, എന്നാലാണ് ക്രാക്ക്ഡ് കിട്ടുക. ഇതിൽ കുറച്ച് ചാർക്കോളുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൽ വെക്കാൻ പറ്റണില്ല. നമുക്ക് സാധാ ഫർണസിൽ തന്നെ വെക്കേണ്ടി വരും. അതിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആവുന്നുണ്ട്, ടൈം എടുക്കും. അത് ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. 3 എണ്ണം കിട്ടി. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ബ്ലോക്ക്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ബിൽഡിനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടി റെഡി ആവട്ടെ. നൈറ്റ് അയക്കണേ. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് ഫെൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. അതും നമ്മൾ ക്രൂസിൻ്റെ തന്നെയാണ് ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അതങ്ങനെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. നമ്മുടെ വൈൻസ് കുറച്ച് വലുതായിട്ടുണ്ട്. മേലൊക്കെ താഴത്തൊക്കെ ഒരുപോലെ തന്നെ ഇത് വലുതാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ചു കൊടുക്കാം മേൽക്കുള്ളത്.
ഒരു മരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് വലുതായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടിക്കോളും. ഇനി നമുക്ക് കുറച്ച് ഒബ്സിഡിയൻ്റെ ആവശ്യമുണ്ട്. ഈ ഭാഗത്തായിട്ട് ലാവ പൂള് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. ഇതാരാണ്? ഇവൻ നമുക്ക് ആവശ്യമില്ല. ഈ ഭാഗത്താണ് തോന്നുന്നത്. നമ്മൾ അയൺ ഫാമിൻ്റെ അടുത്ത് ഇവിടെ ഒരു ലാവ പൂളുണ്ട്. ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാം. അയൺ ഫാമൊക്കെ വർക്കിംഗ് അല്ലേ? കുറേ കാലമായി ഇങ്ങോട്ട് വർക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒബ്സിഡിയൻ എടുത്തുകൊണ്ടുവരാം. ഈ ഭാഗത്തായിട്ടാണ് ലാവ പൂൾ ഉള്ളത്. ഇതാ ഈ ഭാഗത്തുണ്ട്. മെല്ലെ പറന്നിറങ്ങണം. കറക്റ്റിന് നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. എഫിഷ്യൻസി 5 ഒക്കെ ഉണ്ടെങ്കിലും ഇത് കുറച്ച് സ്ലോ ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആക്കട്ടെ. നമുക്ക് തന്നെ ആവശ്യത്തിനേറുള്ളതായിട്ടുണ്ട്. ഇതന്നെ നമുക്ക് മതിയാവും. 25 ഉണ്ട്. കുറച്ച് നമുക്ക് വീട്ടിലും വെക്കാം എന്തെങ്കിലും ആവശ്യത്തിന്. ഇനി നമുക്ക് കുറച്ച് റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. ആണ് നല്ലത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എമറാൾഡൊക്കെ കുറച്ച് എടുക്കട്ടെ. എമറാൾഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ വില്ലേജിലൊരു റെഡ് സ്റ്റോൺ തരുന്ന വില്ലേജർ ഉണ്ടായിരുന്നു. അവനൊന്ന് നോക്കട്ടെ. ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ പിന്നെ ഈ ഭാഗത്തൊക്കെ AFK നിൽക്കുന്നതുകൊണ്ട് മോബൊക്കെ സ്പോണായി ഇപ്പോൾ കുറേ വില്ലേജസിനെ മോബൊക്കെ കൊന്നുകണ്. ഇനി ബാക്കിയുള്ള വില്ലേജസിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ നോക്കട്ടെ. അവനെ ഈ ഭാഗത്തൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബ്രൂവിൻ സ്റ്റാൻഡ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തൊരു വില്ലേജർ ഉണ്ട്. അവനക്ക് കൊണ്ടുപോയിക്കാണ്ട് നമുക്ക് ജോബ് കൊടുക്കാം. ഈ ഭാഗത്തൊരു വില്ലേജർ ഉണ്ട്. ഇവനക്ക് നമുക്ക് കൊടുക്കാം. എന്തായാലും ജോബ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈഡ് തന്നെ നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടും. 24 കിട്ടി. അപ്പോൾ തന്നെ അവൻ ലോക്ക് ചെയ്ത്. പിന്നെ എന്തായാലും നമുക്ക് വേറെ വില്ലേജിനെ നോക്കാം. നമുക്ക് ബേസിക്ക് പോകുമ്പോൾ ഈ ബ്രൂവിൻ സ്റ്റാൻഡ് കൊണ്ടുപോവാം. നമ്മൾ ബ്രീഡറിൻ്റെ അടുത്ത് ആർക്കെങ്കിലും ജോബ് കൊടുക്കാം. അവന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് റെഡ് സ്റ്റോൺ വാങ്ങാൻ പറ്റും. ബ്രീഡറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ബ്രൂവിൻ സ്റ്റാൻഡ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇവനെന്തായാലും ജോബ് എടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റോൺ നമ്മൾ അവൻ്റെ കൈക്ക് വാങ്ങിയിട്ടുണ്ട്. അവന് ലോക്ക് ചെയ്ത് 48 റെഡ് സ്റ്റോണായി. ഇനി ഇവന്മാരെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാൻ ബാക്കിയുള്ളത്. കുറച്ച് ടൈമായി. ഇവൻ അൺലോക്ക് ആയിക്കുന്നതാണോ നമുക്ക് നോക്കാം. ഇവനെന്തായാലും അൺലോക്ക് ആക്കിയിട്ടില്ല. നമുക്ക് വീട്ടിലത്തെ വില്ലേജറിൻ്റെ അടുത്ത് തന്നെ പോയി നോക്കാം. കുറച്ചും കൂടി നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് റെഡ് സ്റ്റോൺ ബ്ലോക്ക് ഉണ്ടാക്കാം. അതിന് 8 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് സ്റ്റോൺ ബ്ലോക്ക് അത്ര തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ റെഡ് സ്റ്റോൺ ലാമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി റെഡ് സ്റ്റോൺ നമുക്ക് ഒപ്പിക്കണം. ഈ ഭാഗത്ത് വൈൻസ് പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നുകൂടി കളക്ട് ചെയ്യട്ടെ. പിന്നെ നമുക്ക് ഈ ലീവ്സ് ഒന്ന് മേലത്ത് വെട്ടി കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ആയിക്കോളും. നമുക്ക് കുറച്ചുകൂടി റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് ലാമ്പ് ക്രാഫ്റ്റ് ചെയ്യാം. അത് 6 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചുകൂടി റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. 2 കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പെട്ടി കൊണ്ടതിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ സെറ്റായി. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യണ ഒരു ടൈം ലാപ്സ് വെക്കാം. അപ്പോൾ ബിൽഡ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ നമ്മളെ ബിൽഡ് അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് റെഡി ആക്കാനുള്ളതുണ്ട്. ഇതാണ് ചുറ്റുഭാഗത്തുള്ള വ്യൂ.
കുറച്ച് ഡെക്കറേഷനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ചെയ്യാനുണ്ട്. കുറച്ച് പൂക്കളും അതുപോലൊക്കെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഈ ഭാഗത്തെ 2 പാത്തും അങ്ങോട്ട് കണക്ട് ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിയും ഇതും കണക്ട് ചെയ്യണം. ഇനി ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ പോർട്ടലൊന്ന് ലൈറ്റിങ് ചെയ്യണം. അങ്ങനെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് പോർട്ടലിൽ നിന്ന് ലൈറ്റിങ് ചെയ്യാം. ഇതാണ് ഫൈനൽ ഔട്ട്. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോർട്ടലിലേക്കൊന്ന് കയറി നോക്കാം. എന്തായാലും നമ്മൾ ആ ഭാഗത്ത് തന്നെ ആവും, നമ്മൾ ആദ്യം പോയിരുന്ന ഭാഗത്ത് തന്നെ ആവും സ്പോൺ ആവേണ്ടത്. നമ്മളവിടെ തന്നെയാണ് സ്പോൺ ആയിട്ടുള്ളത്. നമ്മളാ പോർട്ടൽ ഇതവിടെ തന്നെ ഉണ്ട്. നമ്മളെ ടണലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എന്താ. നമുക്ക് ബേസിക് തന്നെ പോയി നോക്കാം. വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെയാണ് നമ്മൾ സ്പോൺ ആവണത്. നമുക്ക് കുറച്ചുകൂടി ഡെക്കറേഷനൊക്കെ ചെയ്യാണ്ട് അത് നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ബിൽഡ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.